കരുനാഗപ്പള്ളി ബെവ്കോയിൽ മദ്യത്തിന് കൂടിയ വില വാങ്ങിയെന്ന പരാതിയിൽ ജീവനക്കാർക്കെതിരെ നടപടി. സുധിൻ രാജ്, അമൽദേവ് എന്നിവരെ സസ്പെൻഡ് ചെയ്തു. എക്സൈസ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ബെവ്കോ എംഡിയുടേതാണ് നടപടി. അരുൺ സോളമൻ വിവരങ്ങൾ നൽകും. അരുൺ, അധികം വൈകാതെ തന്നെ നടപടി വന്നിരിക്കുന്നു. ആര്യ, വളരെ അതിവേഗത്തിൽ തന്നെ എക്സൈസ് വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടായിരിക്കുന്നു. 2 ജീവനക്കാരെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഈ കരുനാഗപ്പള്ളി ഔട്ട്ലെറ്റിലെ ജീവനക്കാരായിട്ടുള്ള സുധിൻ രാജ്, അമൽദേവ്, ഈ 2 പേരെയാണ് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണ റിപ്പോർട്ട് കിട്ടിയതിന് പിന്നാലെയാണ് ബെവ്കോ എംഡി നടപടി എടുത്തിരിക്കുന്നത്. വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിലൊരു നടപടി എടുത്തു എന്നുള്ളതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. മറ്റൊന്ന്, ഈ ഓണക്കാലമാണ്. ഈ സീസൺ അടുപ്പിച്ച് തന്നെ എല്ലാ ഇടങ്ങളിലും പ്രത്യേകിച്ചും വിജിലൻസിന്റെ അടക്കം പരിശോധന നടന്നു വരികയാണ്. ഇതിനിടയിലാണ് ഈ ജീവനക്കാരനായിട്ടുള്ള ഈ സുധിൻ രാജ്, അമൽദേവ് ഈ അമിതമായിട്ട് 50 രൂപ ഈടാക്കിയത്. ഇതുമായി ബന്ധപ്പെട്ട് പരാതി കിട്ടിയതിന് പിന്നാലെയാണ് അന്വേഷിക്കുകയും പിന്നീട് ഈ 2 പേരെയും സസ്പെൻഡ് ചെയ്തു. സുധിൻ ദേവ് ഈ സ്ഥാപനത്തിലെ തന്നെ ഇൻചാർജുള്ള ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം ഇത് അറിഞ്ഞിട്ട് പോലും ഈ വിഷയം ശ്രദ്ധയിൽപ്പെടുത്താനോ നടപടി എടുക്കാനോ മുന്നോട്ട് വന്നിട്ടില്ല. അങ്ങനെ ഇത് മറച്ചു വെക്കാൻ ശ്രമിച്ചു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് 2 ജീവനക്കാർക്കെതിരെയും ഇപ്പോൾ നടപടിയെടുത്തിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരം വകുപ്പ് മന്ത്രി മാധ്യമങ്ങളെ കണ്ടപ്പോഴും ഇക്കാര്യം സൂചിപ്പിച്ചു. വരുന്ന ദിവസങ്ങളിൽ എക്സൈസ് വകുപ്പുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലുള്ള അഴിമതി നടക്കുന്നുണ്ടെന്ന് പൊതുജനങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ അത് കൃത്യമായിട്ട് മന്ത്രിയെ നേരിട്ട് തന്നെ വിളിച്ചറിയിക്കാം, അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ അറിയിക്കാം. കൃത്യമായിട്ട് നടപടി ഉണ്ടാവും. ഈ എക്സൈസ് വകുപ്പുമായി ബന്ധപ്പെട്ട് അത് ഏത് തരത്തിലുള്ള നടപടികൾ ആയാലും അത് എടുക്കാനായിട്ട് ഒരു മടിയും കാണിക്കില്ല. കാരണം വകുപ്പിനെ പൂർണ്ണമായിട്ടും അഴിമതി മുക്തമാക്കുക എന്നുള്ളതാണ് തന്റെ ലക്ഷ്യമെന്നാണ് വകുപ്പ് മന്ത്രി കൂടിയായിട്ടുള്ള എം ലിജു വ്യക്തമാക്കിയിരിക്കുന്നത്. മറ്റൊന്ന്, ഓണം സീസൺ ആയതുകൊണ്ട് തന്നെ ഒരു സോഷ്യൽ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടാകണം. മദ്യപാനത്തിൽ നടക്കം ചില നിർദ്ദേശങ്ങൾ കൂടി അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ കരുനാഗപ്പള്ളി ഔട്ട്ലെറ്റുമായി ബന്ധപ്പെട്ട് അതിവേഗത്തിൽ തന്നെയാണ് ആര്യ നടപടി ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായും അരുൺ സോളമനാണ് വിവരങ്ങൾ നൽകിയത്. കരുനാഗപ്പള്ളി ബെവ്കോയിലെ 2 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു.